GST നിൽ റിട്ടേൺ എങ്ങനെ നമ്മുടെ ഫോണിൽ നിന്നും ഫയൽ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് ആ നിശ്ചയിച്ച കാലയളവിനുള്ളിൽ സെയിൽസോ പർച്ചേസോ ഒന്നും നടന്നില്ലെങ്കിൽ ഫയൽ ചെയ്യുന്നതാണ് നിൽ റിട്ടേൺ എന്നുള്ളത്. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഫയൽ ചെയ്യണം. ഫയൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. ഒരു ദിവസം വൈകിയാൽ പോലും 100 രൂപയൊക്കെ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഓരോ മാസവും ആ നിശ്ചയിച്ചിരിക്കുന്ന ടൈമിനുള്ളിൽ തന്നെ നമ്മൾ GST ഫയൽ ചെയ്യണം. അത് മാസം അല്ലെങ്കിൽ ക്വാർട്ടർലിയും സെലക്ട് ചെയ്യാം. GST നിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം GST പോർട്ടലിലേക്ക് എൻ്റർ ചെയ്യണം. ആ ഒരു URL ആണ് നിങ്ങൾ ഈ കാണുന്നത്, www.gst.gov.in എന്നുള്ളത്. ഇതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വലതുവശത്ത് മുകൾ ഭാഗത്തായിട്ടുള്ള ആ 3 വരയുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കുക. എന്നിട്ട് താഴെ ഈ കാണുന്ന ക്യാപ്ച ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ഡാഷ്ബോർഡാണ് കാണിക്കുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള നിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ തന്നെ റിട്ടേൺ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് ഫിനാൻഷ്യൽ ഇയറിൽ ഏത് ക്വാർട്ടറിലേക്കാണ് ഈ നിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക. 2023-24 ക്വാർട്ടർ 3 ഒക്ടോബർ ടു ഡിസംബർ ഇതാണ് ഞാനിപ്പോൾ ഫയൽ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം സെർച്ച് കൊടുക്കുക. അങ്ങനെ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ റിസൾട്ട് കാണാൻ സാധിക്കും. ഇവിടെ 13/1/2024 GSTR1 ഫയൽ ചെയ്യാനുള്ള അവസാന തീയതിയായിട്ട് കാണിക്കുന്നത്. ഇന്ന് തീയതി 9-ാം തീയതി, ഇന്ന് 10-ാം തീയതി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ഓൺലൈൻ ചെയ്യുക, കൊടുക്കുക. ഇവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ ഫയൽ നിൽ GSTR1 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ നിൽ GSTR എപ്പോഴാണ് ഫയൽ ചെയ്യുന്നത്? നോ ഔട്ട്വാർഡ് സപ്ലൈസ് ഇൻക്ലൂഡിങ് സപ്ലൈസ് ഓൺ വിച്ച് ടാക്സ് ഇസ് ടു ബി, അതായത് ഔട്ട്വാർഡ് സപ്ലൈ ഒന്നും ഇല്ലെങ്കിലൊക്കെ നമുക്ക് ചെയ്യാം. നമ്മൾ നില്ലാണ്, ഒരു കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ നില്ലാണ് ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഫയൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം റെഡി ആയിട്ടുണ്ട്. എററൊക്കെ പോയിട്ടുണ്ട് ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും. ഇപ്പം ഈ ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓതറൈസ്ഡ് സിഗ്നേറ്ററി, നമ്മുടെ പേര് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമ്മുടെ പേരായിരിക്കും, അല്ല എന്നാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഒക്കെ നെയിം ആയിരിക്കും. അതിനുശേഷം ഫയൽ വിത്ത് EVC ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. നമുക്ക് OTP വന്നിട്ടുണ്ട്. എന്നിട്ട് വെരിഫൈ കൊടുക്കുക. ഓക്കെ, ഉടൻ തന്നെ നമുക്കൊരു മെസ്സേജ് വരും, GSTR1 ഫയലായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ GSTR1 മാത്രം ഫയൽ ചെയ്താൽ പോരാ, നമുക്ക് GSTR3Bയും കൂടി ഫയൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡാഷ്ബോർഡിലേക്ക് വരാം. ഇവിടെ വന്നതിന് ശേഷം സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. എന്നിട്ട് റിട്ടേൺസ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ റിട്ടേൺസ് ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ചൂസ് ചെയ്യുക 2023-24 ക്വാർട്ടർ 3 ആണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. എന്നിട്ട് സെർച്ച് കൊടുക്കുക. താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും GSTR1 ഓൾറെഡി നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഇനി GSTR3B ഫയൽ ചെയ്യണം. ഇത് നിൽ റിട്ടേൺ ആണ് ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രിപ്പയർ ഓൺലൈൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഡു യു വാണ്ട് ടു ഫയൽ നിൽ റിട്ടേൺ? അപ്പോൾ ഇവിടെ യെസ് എന്ന് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇതൊരു ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഇച്ചിരി കൂടി വലിപ്പം കിട്ടും. ഇവിടെ ഇത് ക്ലോസ് കൊടുക്കുന്നു. ഈ വലിയ സ്ക്രീനിലെ ഈ ഒരു ഓപ്ഷൻ വരുന്നുള്ളൂ. അതിനുശേഷം ഇവിടെ ഈ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുന്നു. ഓതറൈസ്ഡ് സിഗ്നേച്ചറി, നമ്മുടെ പേര് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഫയൽ GSTR3B വിത്ത് EVC എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഒരു OTP വരും. OTP വന്നിട്ടുണ്ട്. അത് കോപ്പിയാക്കി പേസ്റ്റ് വെരിഫൈ കൊടുക്കുന്നു. ഇപ്പോൾ ഫയലിംഗ് സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നു. GSTR1ഉം GSTR3B നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസത്തേക്കുള്ള, ഈ ഒരു ക്വാർട്ടറിലേക്കുള്ള നിൽ റിട്ടേൺ നമ്മൾ ഈസി ആയിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വളരെ എളുപ്പമാണ്.
GSTR 3B ഫയൽ ചെയ്യുമ്പോൾ മാത്രം ആ ഒരു ക്ലോസ് കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് മാറിയതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.